വെൽക്കം ബാക്ക് ടു ARS ട്രാവലർ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഡ്രോണ് ക്രാഷായ വീഡിയോ ഒക്കെ നിങ്ങളുമായിട്ട് പങ്കുവച്ചു. പല ആളുകളും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇനി നിങ്ങൾ വീഡിയോ സ്റ്റോപ്പ് ചെയ്യരുതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല കമൻറ്റുകൾ വന്നു. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോ എടുക്കുന്നത് കൈനാട്ടി മുതൽ വടകര വരെയുള്ള കരിമ്പനപ്പാലം വരെയുള്ള ദേശീയപാതയുടെ കാഴ്ചയാണ്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫ്ലൈ ഓവർ, നമ്മളെ കൈനാട്ടിയുള്ള ഫ്ലൈ ഓവറാണ്. അതേപോലെ തന്നെ അതിൻ്റെ ഇരു സൈഡിലെയും അപ്രോച്ച് റോഡ്. അപ്പോൾ അതിനിടയിൽ വടകരക്കാർക്കും മറ്റു ദേശീയപാതയിലൂടെയൊക്കെ സഞ്ചരിക്കുന്ന ആളുകൾക്ക് ഒരു സന്തോഷ വാർത്ത, പല അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മൾ ഈ അഴിയൂർ ബംഗാൾ റീച്ചിനകത്തുള്ള വാഗാട് എന്ന് പറയുന്ന കമ്പനിയെ ഇപ്പോൾ മാറ്റിയിരിക്കുകയാണ്. അവരെ ഇവിടുന്ന് കെട്ടിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. കുറേ കാലമായി ഇത് വളരെ ലേറ്റായിപ്പോയി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഏറ്റവും കൂടുതൽ ഒരു പക്ഷേ എതിരെ വീഡിയോ ചെയ്തത് വാഗാടിൻ്റെ നിരുത്തരവാദിത്തപരമായിട്ടുള്ള വർക്കിനെതിരെ സർവീസ് റോഡും അതോടൊപ്പം സർവീസ് റോഡിനകത്തുള്ള ഡ്രൈനേജിൻ്റെ സ്ലാബ് നിർമ്മാണം, അതിനകത്തുള്ള അപാകതകൾ, അശാസ്ത്രീയമല്ലാത്ത രീതിയിലുള്ള സ്ലാബ്, സെപ്റ്റിക് ടാങ്കിൻ്റെ സ്ലാബ് നിർമ്മിക്കുന്ന അതിൻ്റെ ഒരു ക്വാളിറ്റി പോലും കീപ്പ് ചെയ്യാതെയാണ് വാഗാട് സ്ലാബുകൾ നിർമ്മിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് പല വീഡിയോസും നമ്മൾ ചെയ്തിരുന്നു. ഒരുപക്ഷെ ദേശീയപാതയുടെ അപ്ഡേഷനിൽ ഏറ്റവും കൂടുതൽ വാഗാടിനെ ക്രൂശിച്ചത് ഞാനായിരിക്കും, അതിലൊരു സംശയമില്ല. എൻ്റെ അത്രയും ഞാൻ പല വീഡിയോകളും കാണാനുണ്ട്, പക്ഷേ ആരും അധികം വല്ലാതെ പറഞ്ഞിട്ടില്ല. കാരണം ഒരുപക്ഷെ എനിക്ക് ഈ പ്രദേശത്തെ കൂടുതൽ പറ്റി അറിയുന്ന ആളായത് കൊണ്ടായിരിക്കാം. അപ്പം എന്തായാലും അത്തരത്തിലുള്ള ഒരുപാട് പറയിപ്പിക്കലിന് ശേഷം വാഗാട് ഒരുപാട് പറയിപ്പിച്ച് പണ്ടാരടക്കിയതിന് ശേഷം വാഗാടിപ്പോൾ കെട്ടുന്ന ഒരവസ്ഥയാണ്. അപ്പം എന്തായാലും വടകരക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ആശ്വാസകരമാകുന്ന ഒരു കാഴ്ചയായിരിക്കും. ഗൾഫാർ അതേപോലെ തന്നെ കെല്ലർ എന്ന് പറയുന്ന രണ്ട് ഗ്രൂപ്പുകൾക്കാണ് ഇപ്പോൾ ഈ ദേശീയപാതയുടെ നിർമ്മാണ പ്രവർത്തനത്തിനുള്ള പുതിയ ഉപകരാറ് നമ്മൾ അദാനി എൻ്റർപ്രൈസസ് നൽകിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചോറോഡ് ഗേറ്റിലെ ആ ഒരു ഭാഗത്തുള്ള നമ്മളെ ബോസ്ട്രിങ് ബ്രിഡ്ജാണത്, സ്റ്റീലിനകത്ത് നിർമ്മിച്ചിട്ടുള്ള ബോസ്ട്രിങ് ബ്രിഡ്ജാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിലവിൽ വാഗാട് വർക്കെടുത്ത പ്രദേശങ്ങളിൽ അവരുടെ ഒരുപാട് അപാകതകളൊക്കെ ഉണ്ട്. അതൊക്കെ ആ ഉത്തരവാദിത്തമൊക്കെ ആര് ഏറ്റെടുക്കും എന്ന കാര്യത്തിൽ അതിപ്പോൾ വലിയൊരു ചോദ്യചിഹ്നമാണ്. കാരണം പലയിടത്തും ഇപ്പം മൂരാട് പാലവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അത് കഴിഞ്ഞിട്ടുള്ള നമ്മളെ ഈ ഓയിൽ മില്ലിൻ്റെ ആ ഭാഗത്തുള്ള അണ്ടർ പാസേജിൻ്റെ സൈഡ് അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്ത് ചെറിയ വിള്ളലുകളും ഭിത്തിയിലൂടെ മണ്ണ് പുറത്തേക്ക് ചാടുന്ന, അതേപോലെ തന്നെ അത്തരത്തിലുള്ള അനുഭവങ്ങളൊക്കെ പല ആളുകളും പങ്കുവെക്കുന്നുണ്ട്. അത്തരത്തിലുള്ള നിരുത്തരവാദിത്വപരമായിട്ടുള്ള വർക്കിൻ്റെ ഒക്കെ ആഫ്റ്റർ എഫക്റ്റ് ആരാണ് ഏറ്റെടുക്കുക എന്നത് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ണും പൂട്ടി നമുക്ക് പറയാൻ പറ്റും, അദാനി. അപ്പോൾ നമ്മളെ പെരുവട്ടം താഴെയുള്ള ഫ്ലൈ ഓവറാണത്. അപ്പോൾ വാഗാടിനെ സംബന്ധിച്ചിടത്തോളം വാഗാട് എന്ന് പറയുന്ന കമ്പനി അവരൊരു ഉപകരാറെടുത്തു എന്നതിനപ്പുറത്ത് സർക്കാരിനോട് മറുപടി പറയേണ്ടതും ജനങ്ങളോട് മറുപടി പറയിപ്പിക്കേണ്ടതും സത്യത്തിൽ നമ്മൾ അദാനി എൻ്റർപ്രൈസ് എന്ന് പറയുന്ന കമ്പനി തന്നെയാണ്. കാരണം അദാനിക്കാണ് സർക്കാർ കൊടുത്തത്. അദാനി പിന്നെ ഒരുപക്ഷെ പല ആളുകൾക്കും കൊടുത്തിട്ടുണ്ടാകും. പക്ഷേ NHAയെ സംബന്ധിച്ചിടത്തോളം അദാനിയാണ് NHAയ്ക്ക് കൃത്യമായിട്ടുള്ള അപ്ഡേഷൻ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദേശീയപാതയിലെ വർക്ക് ഡിലേ ആവുന്നതും അതുമായി ബന്ധപ്പെട്ടുള്ള അശാസ്ത്രീയമായ നിർമ്മാണങ്ങളുണ്ടെങ്കിൽ അതൊക്കെ മറുപടി പറയേണ്ടത് നമ്മുടെ ഈ അദാനി എൻ്റർപ്രൈസ് തന്നെയാണ്. അതിനിടയിൽ ഒരു വീഡിയോ നമ്മൾ വിട്ടുപോയി. അതായത് നമ്മളെ ഇവിടെ തന്നെയാണെന്ന് തോന്നുന്നു. അതായത് ആശാ ഹോസ്പിറ്റൽ കഴിഞ്ഞിട്ട് കറക്റ്റ് ഈ സ്പോട്ട് അത് സൂം ചെയ്യാൻ വിട്ടുപോയതാ. ആ റൈറ്റ് സൈഡിൽ നമ്മൾ ആ ബിൽഡിങ്ങിന് ഈ വീഡിയോയുടെ റൈറ്റ് സൈഡല്ലേ ഇപ്പോൾ ഒരു ചുവന്ന കാറ് കയറി വരുന്നത്, അവിടെ സർവീസ് റോഡിനകത്ത് ഈ കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് വാഗാടിൻ്റെ വണ്ടി കുറച്ച് കോൺക്രീറ്റ് റോഡിൽ മറിഞ്ഞു. ആ മറിഞ്ഞത് ഇപ്പോഴും അതേപോലെ ഒരു ഹമ്പായിട്ട് തുടർന്നുകൊണ്ടിരിക്കുക. കഴിഞ്ഞ ഏതാനും മാസങ്ങളോളായി. അതുകൊണ്ട് വാഹനങ്ങളൊക്കെ അതിൻ്റെ മുകളിൽ കയറി വെറുതെ ബ്രേക്ക് ചവിട്ടി പിന്നെ ഓട്ടോറിക്ഷ അതേപോലെ മറ്റ് ബൈക്കുകളൊക്കെ ഉണ്ടാകുമ്പോൾ വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലാണുള്ളത്. ജസ്റ്റ് ആ കോൺക്രീറ്റ് എടുത്ത് മാറ്റേണ്ട പണിയുള്ളൂ. പക്ഷെ അതുപോലും വാഗാടിന് ചെയ്യാൻ താല്പര്യമില്ല. അത്രയും നിരുത്തരവാദിത്തപരമായിട്ടാണ് വാഗാട് പെരുമാറിയത്. അപ്പോൾ നമ്മളൊക്കെ ഒരുപാട് പറഞ്ഞ് അവരെ മലയാളത്തിൽ നമ്മുടെ നാടൻ ഭാഷയിൽ പറയുകയാണെങ്കിൽ അണ്ണാക്കിലെ വെള്ളം പറ്റിയതിന് ശേഷമാണ് സത്യത്തിൽ ഇപ്പോൾ വാഗാടിനെതിരെ നടപടി ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ തെരുവത്തുള്ള ഫ്ലൈ ഓവറാണ്. തെരുവത്തുള്ള ഫ്ലൈ ഓവറിൻ്റെ ഭാഗത്തിപ്പോൾ വർക്ക് കഴിഞ്ഞു. ഈ ഭാഗത്തിപ്പോൾ ഈ തെരുവത്തിൻ്റെ ഈ ഫ്ലൈ ഓവറും അതോടൊപ്പം തന്നെ നമ്മളെ ഈ വടകര പാറമല സ്കൂളിൽ ഈ ഒരു ഭാഗത്ത് അപ്രോച്ച് റോഡാണ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് വാഗാട് തീരുമാനിച്ചിരുന്നത്. അപ്പോൾ അതൊക്കെ അപ്രോച്ച് റോഡ് പറ്റില്ല, പകരം ഇവിടെ പില്ലറിൻ്റെ മുകളിൽ
ദേശീയപാത നിർമ്മിക്കണം എന്നതാണ് ഏറ്റവും പുതിയ ആവശ്യം. അപ്പം അവിടെ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പം വർക്ക് താൽക്കാലികമായി നിർത്തിയിട്ടുള്ളത്. അതേസമയത്ത് ആശ ഹോസ്പിറ്റൽ ആ ഒരു ഭാഗത്തെല്ലാം അപ്രോച്ച് റോഡ് തന്നെയാണ് വരുന്നത്. അതേപോലെ തന്നെ പഴങ്കാവ് ഭാഗത്തേക്ക് അവിടെ ഫയർ സ്റ്റേഷനിലൊക്കെ പോകുന്ന ആ ഒരു ഭാഗത്ത് അണ്ടർ പാസേജ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോഴും സമരം നടക്കുന്നുണ്ട്. വടകര അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സമരപ്പന്തലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനിടയിൽ നമ്മൾ ആ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യാൻ വിട്ടുപോയതാണ്. എന്തായാലും വളരെ ഡിലേ ആയിട്ടാണ് ആളുകൾ സമരം ചെയ്തതെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഇപ്പോൾ എന്താ പറയുക, ഉറക്ക് കഴിഞ്ഞിട്ട് കൂർക്കം വലിക്കുന്ന ഒരവസ്ഥയാണ്. നേരത്തെ ഇതൊക്കെ കണ്ടും കിട്ടൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് സമരം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അണ്ടർ പാസേജിൻ്റെ വർക്ക് കഴിയുമായിരുന്നു. ഇത് വർക്കൊക്കെ ഒരു സ്റ്റേജിലെത്തി 50%, 70%, 80% വർക്കൊക്കെ കഴിയുമ്പോഴാണ് അവിടെ അണ്ടർ പാസേജ് വേണം, ഇവിടെ മറ്റേ ഓവർ പാസേജ് വേണം, മറ്റിടത്ത് പിന്നെ ഫുട് ഓവർ ബ്രിഡ്ജ് വേണം, അല്ലെങ്കിൽ ചെറിയ ആളുകൾക്ക് ക്രോസ് ചെയ്യാനുള്ള പാലത്തിൻ്റെ അടിയിലൂടെ സംവിധാനങ്ങൾ വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സമരം ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ നേരത്തെ കാലത്ത് നമ്മൾ സത്യം പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു വീടെടുക്കുകയാണെങ്കിൽ നമ്മൾ എഞ്ചിനീയർ ഒരു പ്ലാന് വരക്കും. അതേപോലെ തന്നെ ദേശീയപാത 6 വരി പാത നിർമ്മിക്കുമ്പോൾ അതിന് കൃത്യമായിട്ടുള്ളൊരു DPR ഉണ്ടാകും. ദേശീയപാത എങ്ങനെയാണ് കടന്നു പോകുന്നത്, എവിടെയൊക്കെ സർവീസ് റോഡുണ്ട്, എവിടെയൊക്കെ ഫ്ലൈ ഓവർ ഉണ്ട്, എവിടെയൊക്കെ അണ്ടർ പാസ് ചെയ്യുന്നുണ്ട്. നമ്മൾ പഴയ നാരായണ നഗരം ജസ്റ്റ് ഒന്ന് റൗണ്ട് അടിച്ച് കാണിച്ചാട്ടോ. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾ കണ്ടത് നാരായണ നഗരം പഴയ ഗ്രൗണ്ടാണ്. അപ്പോൾ എവിടെയൊക്കെ അണ്ടർ പാസേജ് ഉണ്ട്, എവിടെയൊക്കെ കൾവേർട്ട് ഉണ്ട്, എവിടെയൊക്കെ അപ്രോച്ച് റോഡുണ്ട് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ആ DPRനകത്തുണ്ടാവും. അത് പല ആളുകളും DPR തലക്കടിയിൽ വെച്ചുകൊണ്ട് ജനപ്രതിനിധികൾ കിടന്നുറങ്ങി എന്ന് തന്നെ ഞാൻ പറയുള്ളൂ. അതിൻ്റെ ഭാഗമായിട്ടാണ് ജനങ്ങൾക്ക് തെരുവിൽ അവസാന നിമിഷം റോഡിന് അണ്ടർ പാസേജ് വേണം, ഓവർ പാസേജ് വേണം, അത് വേണം, ഇത് വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സമരം ചെയ്യേണ്ടി വരുന്നത്. അതുകൊണ്ട് തന്നെ ആ വർക്കിൽ കാലതാമസം സംഭവിക്കുന്നു എന്നതാണ്. അല്ലെങ്കിൽ തന്നെ എന്താ പറയുക, കഷ്ടപ്പാടാണ് ദേശീയപാതയിലൂടെ സഞ്ചരിക്കാൻ. അതിനിടയിൽ ഉള്ള റോഡ് പണിയെടുത്ത സ്ഥലത്ത് വീണ്ടും പൊളിക്കുമ്പോൾ അത് വീണ്ടും കഷ്ടപ്പാടായി മാറുകയാണ്. അപ്പോൾ നമ്മുടെ കരിമനപ്പാലം ഭാഗത്തുള്ള ഒരു ഫ്ലൈ ഓവർ, ആ ഫ്ലൈ ഓവറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെയൊക്കെ പില്ലറിൻ്റെ മുകളിലൂടെ കടന്നു പോകണമെന്നാണ് കെല്ലർ എന്ന് പറയുന്ന കമ്പനിയാണ്. ഇപ്പോൾ നേരത്തെ നമ്മൾ നേരത്തെ അല്ല, ഇപ്പോൾ എനിക്ക് വരാൻ പോകുന്ന ഒരു വീഡിയോനകത്ത് ഇപ്പോൾ കരിമനപ്പാലം ഈ തോട് കഴിഞ്ഞിട്ട് ആ ഭാഗത്ത് കെല്ലറിൻ്റെ പിന്നെ സോയിലിനെ നമ്മൾ ഈ പൈലിംഗ് അടിക്കാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ കരിമനപ്പാലം തോട് ക്രോസ് ചെയ്ത് പോകുന്ന പാലമാണിത്. സർവീസ് റോഡിൻ്റെ ഭാഗത്ത് താഴ്ന്നിട്ടും 6 വരിയുടെ ഭാഗത്ത് പാലം ഉയർന്നിട്ടുമാണ്, ആ തോടിൻ്റെ പാലം ഉയർന്നിട്ടുമാണ് വരുന്നത്. അണ്ടർ പാസേജ് പോലെ ഒരു ബോക്സ് ടൈപ്പ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇവിടെ കെല്ലർ എന്ന് പറയുന്ന കമ്പനി ഇപ്പോൾ പൈലിംഗ് ടെസ്റ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള കുറേ പില്ലർ പോലത്തെ സംവിധാനങ്ങൾ, ഡ്രോണ് സത്യം പറയുകയാണെങ്കിൽ ഒന്ന് കയ്യിൽ നിന്ന് പോയതുകൊണ്ട് ഈ ഡ്രോണ് നമ്മൾ റിപ്പയർ ചെയ്തല്ലോ കേട്ടോ. ഇത് വേറെ ഒരാളുടെ താൽക്കാലികം നമ്മൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മേടിച്ചതാണ്. അതുകൊണ്ട് പേടിയാണ്. നമ്മൾ നഷ്ടം സഹിച്ചാൽ മാത്രം പോരാ, മറ്റുള്ള ആളുകളോട് ഒരു സമാധാനം പറയേണ്ടി വരും എന്നുള്ളൊരു എന്താ പറയുക, ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കുന്നതാണ് പോലുള്ള ഒരു അവസ്ഥയാണ്. അപ്പോൾ നല്ല സപ്പോർട്ട് നിങ്ങൾ വന്നിട്ടുണ്ടാവണം. നമ്മുടെ കരിമനപ്പാലം ഭാഗത്താണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വർക്ക് നടക്കുന്നത്. കരിമനപ്പാലം, കോട്ടക്കടവ് ആ ഒരു ഭാഗത്താണ് നല്ല രീതിയിൽ വർക്ക് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് 6 വരിയുടെ 3 വരിയൊക്കെ താഴെയും കഴിഞ്ഞിട്ടുണ്ട്. 3 വരി തുറന്നു കൊടുത്തിട്ടുണ്ട്. അടുത്ത 3 വരിയുടെയും സർവീസ് റോഡിൻ്റെയും വർക്കാണ് ഈ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അദാനിയിൽ നിന്നും ഉഴപ്പുന്ന ആ ഒരു നിലപാട് പുതിയ കെല്ലറും അതോടൊപ്പം അതിൻ്റെ ഗൾഫാറും എന്ന് പറയുന്ന കമ്പനി അത്തരത്തിൽ ഉഴപ്പൽ ഉണ്ടാവില്ല എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതാണ് കരിമനപ്പാലം എന്നുള്ള ഏറ്റവും പുതിയ കാഴ്ച. അപ്പോൾ കരിമനപ്പാലം ഈ ഒരു ഭാഗത്തും റെയിൽവേ ക്രോസിങ്ങും വലിയൊരു പ്രതിസന്ധി തന്നെയാണ്. ഇവിടെയും പകരം ഒരു സംവിധാനം നിർബന്ധമായിട്ട് വേണ്ടതായിരുന്നു. അത് ഇനി എപ്പോഴാണോ സമരം ചെയ്യാനെന്നറിയില്ല. അവിടെയും ഒരു അണ്ടർ പാസേജ് പോലെയുള്ള ഒരു സംവിധാനം, റോഡ് ക്രോസ് ചെയ്യാനുള്ള ഒരു സംവിധാനം വേണ്ടതായിരുന്നു. പക്ഷേ ആ ഒരു സംവിധാനം ഇവിടെ ജനങ്ങൾ ആവശ്യവും ഉന്നയിച്ചിട്ടില്ല. അത്തരത്തിൽ ജനപ്രതിനിധികൾ കണ്ടറിഞ്ഞത് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ കോട്ടക്കടവ് ഒരു അണ്ടർ പാസേജിൻ്റെ വൺ സൈഡിൽ അപ്രോച്ച് റോഡ് നിർമ്മിച്ചു. ഓപ്പോസിറ്റ് സൈഡിൽ അപ്രോച്ച് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പാലോളിപ്പാലത്തെ പറ്റി ഒരുപാട് കാര്യം പറയാനുണ്ട്. അടുത്ത വീഡിയോയിൽ നമ്മളത് പറയും. ഈ വീഡിയോ എന്തായാലും ഇവിടെ വൈൻഡപ്പ് ചെയ്യണം.